ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് പമ്പ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പ് ബ്ലോക്കായി പോവുകയോ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞ് വെള്ളം വളരെ സ്ലോവിലൊക്കെ ഫ്ലോ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പമ്പിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്ലോവിലുള്ള ഫ്ലോ ആണ് ഇപ്പോൾ പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഇത് വളരെ നന്നായിട്ട് തന്നെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സബ്മേഴ്സിബിൾ പമ്പായിരുന്നു ഇത്. ഇനി നമുക്ക് പമ്പിൻ്റെ ഉൾവശം ഒന്ന് നോക്കാം. ഇതിനകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് പുല്ല് പോലെയുള്ള എന്തൊക്കെയോ ഒരു കച്ചറ സാധനങ്ങൾ അതിനകത്ത് അടിഞ്ഞു കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ ഗൈസ്, നമുക്കിനി പമ്പ് അഴിച്ചു നോക്കാം. പമ്പ് അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പമ്പിനകത്തും നിറയെ ചണ്ടിയെല്ലാം അടഞ്ഞ് ഒട്ടും വെള്ളം കയറി വരാൻ കഴിയാത്ത അത്ര രീതിയിലും അടഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുല്ലും ചണ്ടിയും പോരാത്തതിന് ഒരു ലൈറ്ററും ഇതിനകത്ത് കയറി കിടപ്പുണ്ട്. പിന്നെ എങ്ങനെ വെള്ളം പമ്പാവാനാണ്? ഇനി നമുക്ക് പമ്പൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.
അതിനുവേണ്ടി നമ്മളൊരു ടാങ്കിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പമ്പ്. ഇപ്പോൾ വെള്ളം നല്ല ഫോഴ്സിൽ തന്നെ പമ്പ് ചെയ്യുന്നുണ്ട്. സബ്മേഴ്സിബിൾ പമ്പ് റിപ്പയർ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.